ഫ്രണ്ട്സ്, ടെക്നോ ഗ്യാരേജ് 3.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പം എല്ലാവരും നല്ലൊരു ലൈക്കൊക്കെ ശരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു MNC ലാമ്പാണ്, റീചാർജബിൾ MNC ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 5 വോൾട്ട് മാത്രമേ ഇത് ഉള്ളൂ. 5 വോൾട്ട് റീചാർജബിൾ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഈ കാലത്തും മുമ്പുള്ള കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു, ഇനി വരാൻ പോകുന്ന കാലത്തും ആവശ്യം വരും. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഇൻട്രോയിലോട്ട് പോകാം. ഇൻട്രോ വരട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എമർജൻസി ലാമ്പാണ്. അതിനുവേണ്ടി ഞാൻ ഇരിക്കുന്നത് റീചാർജബിൾ എമർജൻസി ലാമ്പിൻ്റെ LED ചിപ്പാണ്. നമുക്ക് ഇതുപോലെ സീലിംഗ് എടുക്കുക. സീലിങ്ങിലോട്ട് LED ചിപ്പിൻ്റെ പ്ലെയിൻ സെക്ഷൻ വരുന്ന രീതിയിൽ ഒന്ന് കളിച്ച് വെക്കുക. അത് നമുക്ക് ഈ നല്ലതായി കളിച്ച് വെക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു LED ലൈറ്റാണ്. റെഡ് LED ഇൻഡിക്കേറ്ററാണ്. ഇത് നമുക്ക് ഈ സീലിംഗ് ഷീറ്റിൽ ഒരു പോളിട്ട് ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് കടത്തി വെക്കാം. LED ലൈറ്റ് കടത്തി വെച്ചു. നമ്മൾ ചെറുതായിട്ട് പശ വെച്ചു. വരെയുള്ള ഭാഗത്തേക്ക് നിൽക്കുന്ന വരെ കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, നേരെ നമ്മൾ വരെയുള്ള ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. വരയില്ലാത്ത ഭാഗം ഫീമെയിൽ പോർട്ടിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവും ഫീമെയിൽ പോർട്ടും നെഗറ്റീവും ഫീമെയിൽ പോർട്ടിൻ്റെ നെഗറ്റീവും കണക്ട് ചെയ്ത് അതിൻ്റെ സപ്പോർട്ട് സെക്ഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ഷോർട്ടാകാനൊക്കെ വേണ്ടി അത്യാവശ്യം നല്ല വെട്ടമുണ്ട് നമ്മുടെ എമർജൻസി ലാമ്പിന്. സാധാരണ എമർജൻസി ലാമ്പിൻ്റെ അത്ര തന്നെ വെട്ടം വരുന്നുണ്ട്.
എല്ലാവർക്കും റീചാർജബിൾ എമർജൻസി ലാമ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ വീണ്ടും ലഭിക്കാനായി ടെക്നോ ഗാഡ്ജറ്റ് 3.0 എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.